മായി അമ്മയ്ക്കും തിരക്കുമാരനും ആയിരം നന്ദി ഞാൻ പറയുകയാണ്. കാരണം സ്നേഹമുള്ളവരെ, ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആൾക്കാരല്ല. കാരണം അതുപോലെ ഞങ്ങളുടെ ജീവിതം തകർന്ന വ്യക്തികളാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നത് ഞാനും എൻ്റെ ഭാര്യയുമാണ്. അതിനോടുകൂടി ഒരു സാക്ഷ്യം പറയാനുള്ള ഒരു സഹോദരിയാണ്, എൻ്റെ കുടുംബ സുഹൃത്താണത്. അത് ഞാൻ സാക്ഷ്യം രണ്ടാമത് പറയാം. ഞാൻ ആദ്യമായി തന്നെ എൻ്റെ ജീവിതകഥ, പഴയ കാലത്തെ ഒരു ജീവിതം പറയുകയാണ്. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനി എന്ന് പറഞ്ഞാൽ, മദ്യപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് മദ്യപിക്കുകയോ അങ്ങനെയുള്ള ജീവിത രീതിയിലുള്ള ആളല്ല. മദ്യം വിട്ടുള്ള സമയം വളരെ കുറവായിരുന്നു എനിക്ക്. രാത്രിയിൽ ഉറങ്ങി ഉണരുമ്പോഴും ഞാൻ വീട്ടുകാരറിയാതെ എൻ്റെ വീട്ടിൽ സ്റ്റോക്കുണ്ട് എന്ന് പറയാൻ വീട്ടുകാർക്ക് അറിയത്തില്ല. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. മദ്യം, പുകവലി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാണ്, ഇവിടെ നിങ്ങൾ മദ്യപിച്ച് അല്ലെങ്കിൽ മദ്യം നിർത്താൻ വന്നിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യമായി നിങ്ങൾ അമ്മയോട് അല്ലെ ഈശോയോട് ക്ഷമ യാചിച്ച് പറയണം. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഞാൻ ചെയ്ത മാരക പാപമാണിത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ ഈ ഭൂമിയിൽ കാണത്തില്ലായിരുന്നു. അതുപോലെ എന്നെ നശിപ്പിച്ച ഒരു സാധനമാണ്. ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. 2019 ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇവിടെ വന്ന് ഞാൻ കുറച്ചൊക്കെ കയറി ഇറങ്ങി പോയി. അപ്പോഴും എനിക്ക് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകണം എന്നുള്ള ചിന്തയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നടന്നതിനെ ഞാൻ താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് ഞാൻ പോയത്. മറ്റുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന കണക്ക് എന്തോ ഇവിടെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി. പക്ഷേ എനിക്ക് ഈ കോവിഡ് കാലത്തെ അവസാന സമയത്തേക്ക് ഒരു മാരക രോഗം വന്ന് പിടിപെടുകയാണ്. മാരക രോഗം പിടിപെട്ട് ഞാൻ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി വെറും അസ്ഥിയായി. എനിക്ക് വെള്ളം പോലും ഇറക്കാൻ പറ്റുകയില്ല. ഞാൻ അമ്മയ്ക്കൊന്ന് ശ്വാസം എടുത്താൽ ബ്ലഡാണ് എൻ്റെ വയറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, തുപ്പുന്നത്. എൻ്റെ വീട്ടുകാരെ ഞാൻ കാണിക്കാതാണ് വാഷ് ബേസിൽ ഞാൻ പോയി തുപ്പിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ എന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. ഐസൊലേഷൻ റൂമിലാണ് ഞാനും ഭാര്യയും നിന്നിരുന്നത്. അപ്പോഴെല്ലാം ഇവൾ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മദ്യപാനത്തെല്ലാം ഇവൾ എന്നെ എതിർക്കാൻ വന്നിട്ടില്ല. തീർച്ചയായും പറയുകയാണ്, അത് വീട്ടിൽ കലഹം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ ഞാനങ്ങനെ കലഹം ഉണ്ടാകുന്ന ആളല്ല. കലഹം ഉണ്ടാകുന്ന കരുതി അവൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഹോസ്പിറ്റലും അതുപോലെ തന്നെ. ഹോസ്പിറ്റലിൽ ഞാൻ അവശനായി കിടക്കുമ്പോൾ അവൾ കൃപാസന അമ്മയോട് ഫോണിൽ കൂടി അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും കൃപാസന അമ്മയോട് പ്രാർത്ഥിക്കുകയുമായിരുന്നു എപ്പോഴും. അപ്പോഴും എനിക്ക് അമ്മയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ഒരു ദിവസം ഞാനിങ്ങനെ വെള്ളം പോലും ഇറക്കാൻ കിടക്കുമ്പോൾ ഡോക്ടർ വന്ന് ഇവളോട് രഹസ്യമായി മാറ്റി നിർത്തി എന്തൊക്കെ പറയുന്നുണ്ട്, വിശദമായ കാര്യങ്ങൾ പറയുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം പോക്കായി എന്നുള്ളത്. വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല. അവസാനം അവളിങ്ങനെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അങ്ങനെ നിരാശനായി ഞാൻ കിടന്നു. എൻ്റെ കാര്യം തീർന്നു, എൻ്റെ മക്കളുടെ കാര്യം പോയി. ഇങ്ങനെ കിടന്ന് നിരാശനായി ഞാൻ കിടക്കുമ്പോൾ ഒരു പാതി മയക്കത്തിൽ എന്നോട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ തന്നെ പറയുകയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നാലും എൻ്റെ ചെങ്കോലും പടി നിനക്ക് ആശ്വാസമേകുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉണർന്നപ്പോഴും അത് എന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ എന്നെ രക്ഷിക്കണം, എന്നെ കൈവിടരുത്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ മുതൽ എന്തോ ഒരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഞാനും അവൾ ഒരുമിച്ചിരുന്ന മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ദിവസവും ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഞാൻ രോഗത്തിൽ നിന്ന് കുറേശ്ശെ എങ്കിലും എനിക്ക് ഗുളികയൊന്നും കഴിക്കാൻ പറ്റുകയില്ല. അപ്പോഴേ ഞാൻ ഛർദ്ദിക്കും. അപ്പോഴേ അത് കൂടുതൽ അവർ മെഡിസിനിൽ കൂടി തന്നുകൊണ്ടിരുന്നത്. ആഹാരമൊന്നും കഴിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് വയറ്റ് കിടന്ന് എരിയും. അങ്ങനെ ഒത്തിരി അസ്വസ്ഥകൾ അനുഭവിച്ചു. അങ്ങനെ ഞാൻ ശപഥം ചെയ്ത് വീട്ടിൽ വന്ന് 9 മാസത്തോളം ഞാൻ ഒരു റൂമിലായിരുന്നു, ബെഡ് റെസ്റ്റിലായിരുന്നു. സമൂഹത്തിൻ്റെ മുന്നിൽ എനിക്ക് പോകാൻ പറ്റുകയില്ല, പ്രത്യക്ഷപ്പെടാൻ പറ്റുകയില്ല. അതുപോലെ എല്ലും തോലുമായിരുന്നു ഞാൻ. അങ്ങനെ 9 മാസത്തോളം ജീവിച്ച് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ചില പിന്നെയും തോന്നുകയാണ്, എന്നാൽ ഒരു സ്വല്പമൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല, ആരും അറിയാതെ കഴിക്കാമല്ലോ അല്ലേ. പിന്നെയും തോന്നുകയാണ് പുകവലിക്കാം, വീട്ടുകാരറിയാതിരുന്നാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിച്ച് പോകുമ്പോൾ എൻ്റെ മനസാക്ഷി എന്നോട് ചോദിച്ചു, നീ ആരോടാണ് വാക്ക് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ മാതാവിനോട് ഞാൻ ക്ഷമ പറയും, മാതാവേ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഉടമ്പടി നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എനിക്ക് അടുത്തതായി പറയാനുള്ളത്, ഇത് എൻ്റെ 9ാമത്തെ ഉടമ്പടിയാണ്. അടുത്തതായി എനിക്ക് പറയാനുള്ളത്, സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2020 മാർച്ച് 8 ശനിയാഴ്ചത്തെ വനിതാ ദിനത്തിലെ ഒരു കട്ടിങ്ങാണ്. ആ വ്യക്തിയാണ് നിൽക്കുന്നത്. ഈ ആൾ ജനുവരി 13-ാം തീയതി ഈ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ കയറാൻ ഭർത്താവും കുഞ്ഞുമൊത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാനായി 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരികെ വരുമ്പോൾ
പ്ലാറ്റ്ഫോമിലേക്ക് ചാടിക്കയറിയതാണ്. നേരെ ട്രെയിൻ വന്ന് തട്ടി ട്രെയിൻ അടിപ്പോയി. ട്രെയിനും പ്ലാറ്റ്ഫോമിനും അടിയിൽ പോയ വ്യക്തിയാണ് ഈ നിൽക്കുന്നത്. മാരകമായി പരിക്കേറ്റ ഈ വ്യക്തിയെ ഭർത്താവ് ചാടി ഇറങ്ങി ട്രെയിനിടയിൽ കൂടി നൂഴ്ന്നിറങ്ങി പൊക്കി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച ശേഷം അവർക്ക് അവിടെ നിവൃത്തിയില്ലാത്തതിനാൽ നേരെ പാലാ മാർസ്ലീവ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അവിടെ ചെന്നപ്പോഴും ഡോക്ടർമാർ പറഞ്ഞത് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആളിന് ബ്ലഡ് പ്രഷർ തീരെ കുറവാണ്, ബ്ലീഡിങ് നിൽക്കുന്നില്ല, വളരെ അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് 8ാമത്തെ ഉടമ്പടിയും പുതുക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വിവരം ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് വാഹനത്തിൽ ഞങ്ങൾ മാർസ്ലീവ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പറഞ്ഞു കാണാൻ യാതൊരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലമുണ്ട്, കാശുരൂപമുണ്ട്, ഉപ്പുണ്ട്, തേനുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു നടക്കത്തില്ല, ഒരു കാരണവശാലും കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഐസിയുവിൻ്റെ വാതിൽ വരെ എന്നെ കൊണ്ടെത്തിക്കുക. ഞാൻ അവിടെ ചെന്നു. ആ ഐസിയുവിൻ്റെ വാതിൽക്കൽ ചെന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ജായറോസിൻ്റെ മകളെ സുഖപ്പെടുത്തിയ ദൈവമേ, അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ട ദൈവമേ, ഈ കുഞ്ഞിനെ നീ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈൽ അവിടെ കുരിശു വരയ്ക്കുകയാണ്. കൂടാതെ ഞാൻ ആ വാതിൽ മനുഷ്യൻ ചവിട്ടാത്ത ഭാഗം നോക്കി അവിടെ ഉപ്പ് വിതറി. തിരിയുമ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നോൺ ക്രിസ്ത്യനാണ് ഈ കുട്ടി. അപ്പോൾ ഇതിൻ്റെ ബന്ധുക്കളായിട്ട് ഭർത്താവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആളെന്നതിനോട് പറഞ്ഞു പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല, മാതാപിതാക്കളെ അറിയിക്കാത്തതാണ്. ഞാൻ പറഞ്ഞു സാരമില്ല, അവൾ എഴുന്നേറ്റ് വരും, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അവൾ എഴുന്നേറ്റ് വരും, നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു. അതിനു മുമ്പേ ഞങ്ങൾ യാത്ര ചെയ്യുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടിരുന്നു, മാതാവേ നീ മുന്നേ പോയി, ഞങ്ങൾക്ക് മുന്നേ പോയി അവിടെ കൂടെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ചെന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ ഓണം കൂടെ. അങ്ങനെ ചെന്ന് ഞങ്ങൾ തിരികെ വന്നു. ഞാൻ വീട്ടിൽ വന്ന് കിടക്കുമ്പോഴേക്ക് ഞാൻ പറയും, അമ്മേ എനിക്ക് നാളെ നല്ല മറുപടി കിട്ടണം. അവൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, BP കുറവാണ്, അതുപോലെ ബ്ലീഡിങ് നിൽക്കുന്നില്ല. നേരം വെളുത്തപ്പോൾ മുതൽ കുറേശ്ശെ മാറ്റം വന്നു. 4ാം ദിവസം ഓപ്പറേറ്റ് ചെയ്തു. 9 മണിക്കൂർ നീണ്ട ഓപ്പറേഷൻ. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അമ്മേ നീയും തിരുക്കുമാരനും അവിടെ കാണണം, ആ ഡോക്ടർമാരുടെ സ്ഥാനത്ത് നീ ആയിരിക്കണം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ യാതൊരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു 4 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാവായിരിക്കും, എഴുന്നേറ്റ് ഇരിക്കാവായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആളിനെ വീട്ടിൽ കൊണ്ടുവന്നു. കുറേശ്ശെ 1 മാസമായപ്പോൾ എഴുന്നേറ്റിരുന്നു. ഇപ്പോൾ വീൽ ചെയറിൽ 4 മാസമായി. ഇന്നലെ 4 മാസമാവുകയാണ്. അവർ 4 മാസമാകുമ്പോൾ കഷ്ടിച്ച് എഴുന്നേറ്റിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായ യാതൊരുവിധ വൈകല്യങ്ങളും ആളിനില്ല. ഇപ്പോൾ പഴയ ആളായി ആക്റ്റീവായി നിൽക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുകയാണ്. എനിക്ക് ഇതൊരു 2ാമത്തെ ജന്മമാണ്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സഹായം കൊണ്ടാണ് എനിക്ക് ഈ ജന്മം കിട്ടിയത്. അപ്പോൾ ഇങ്ങനൊരു ജന്മം തന്നതിന് മാതാവിനോടും തമ്പുരാനോടും ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. എന്നും നന്ദിയുള്ളവളായിരിക്കും ഞാൻ. പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അങ്കിളിൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും, എനിക്കറിയാവുന്നവരും അറിയാത്തവരുമായ ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി സഹായിച്ചു. എല്ലാവരെയും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നു. എല്ലാവരിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പത്രവിതരണം. ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുമ്പോൾ തന്നെ കഴിവതും കൊടുക്കാൻ ശ്രമിക്കും. വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ കൊടുക്കും. കൂടുതലും നോൺ ക്രിസ്ത്യനാണ് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ആൾക്കാർക്ക് കൊടുത്താൽ അത് മേടിച്ചു എന്ന് വരുത്തുക എന്നുള്ളൂ. പക്ഷേ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരത് പല വ്യക്തികളും അത് മാറോട് ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആൾക്കാർ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലാകുന്നപ്പോൾ വളരെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇതിനെ എന്ത് രീതിയിലാണ് കാണുന്നത്. അതിലൊക്കെ ഈ കഴിഞ്ഞ വേള ഞങ്ങൾ ഈ റൂട്ടിൽ കൂടാണ് പോയത്, തണ്ണീർമുക്കം റൂട്ടിൽ കൂടെ പോയി. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഓരോ സൗരങ്ങൾ മുഴുവൻ ഹിന്ദു സൗരങ്ങൾ അവരൊക്കെ എന്ത് കാര്യമായിട്ട് അത് മേടിക്കുന്നത്. കൃപാസനം പത്രം അയ്യോ ഇവളത്തെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് വലിയ കാര്യമായിട്ട് മേടിക്കുകയാണ്. പക്ഷേ നമ്മുടെ സൗരങ്ങൾ അത്ര ഒരു കാര്യം കാണിക്കില്ല. പിന്നെ ഉള്ളത് ഭക്ഷണം പൊതി എല്ലാ ബുധനാഴ്ചയും ഞാൻ ഉടമ്പടി എടുത്ത കാലം തൊട്ടേ എല്ലാ ബുധനാഴ്ചയും ഞാൻ ചോറുമ്പത് കെട്ടി ഇന്നും ഞാനത് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്നെ കഴിയുമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്യും. കൂടാതെ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഉള്ള സാമ്പത്തിക സഹായം മറ്റുള്ളവർക്ക് ഞാൻ ചെയ്യാറുണ്ട്. കൂടാതെ എൻ്റെ അടുത്ത് ഒരു അഗതി മന്ദിരമുണ്ട്. അവിടെ പോയി വൃദ്ധന്മാരെ ശുശ്രൂഷിക്കുക, അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക, അവരെ ബാത്റൂമിൽ കൊണ്ടുപോവുക, അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ജെയിംസ് എന്ന സഹോദരൻ്റെ
വളരെ ശക്തമായ, വളരെ പവർഫുള്ളായ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. തൻ്റെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് ഈ ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നപ്പോഴുണ്ടായ ഒരു വലിയ മാറ്റം അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രസ്താവിക്കുകയുണ്ടായി. വളരെയധികം പുകവലിക്കുകയും തികഞ്ഞ ഒരു മദ്യപാനിയുമായ ഒരു മകൻ ഉടമ്പടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ തൻ്റെ മാരകമായ രോഗത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ കൈപിടിച്ചെഴുന്നേൽപ്പിച്ച ഒരു ജീവിത സാക്ഷ്യം ഇവിടെ പങ്കുവച്ചു. തൻ്റെ നല്ല കുമ്പസാരത്തിലൂടെ അദ്ദേഹം പശ്ചാത്തപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈശോയുടെ വചനത്തിലൂടെ പ്രാർത്ഥിച്ചു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും അങ്ങയുടെ ചെങ്കോലും വടിയും എനിക്ക് ധൈര്യം നൽകും, എനിക്കൊന്നിനും ഭയമുണ്ടാകുകയില്ല, അങ്ങാണ് എൻ്റെ ഉടയൻ എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിച്ച് വചനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചു. അമ്മയോട് ഒരു മിത്രത്തോടെന്നോണം സംസാരിച്ചു. അമ്മ അദ്ദേഹത്തിനെ ഈശോയെ ഏൽപ്പിച്ചു കൊടുത്തു. ഈശോ ആൾക്ക് പൂർണ്ണമായ സൗഖ്യം നൽകി. പശ്ചാത്തപിച്ച് ഈശോയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരുത്തരെയും ഈശോ വെറുങ്കയോടെ പറഞ്ഞയക്കുകയില്ല. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതിന് വളരെയധികം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഉടമ്പടി ജീവിതം നമ്മുടെ ജീവിത ശൈലിയെ തന്നെ മാറ്റുന്നു എന്ന വലിയ സാക്ഷ്യമാണ് നാം കേട്ടത്. അതുപോലെ തന്നെ കുടുംബസുഹൃത്തിൻ്റെ മകളായ ഈ മകൾക്കുണ്ടായ വലിയ ഒരു അപകടത്തിൽ നിന്ന് റെയിൽവേ ട്രാക്കിൽ വീണു കഴിഞ്ഞാൽ നമുക്കറിയാം ജീവിതം ബാക്കി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. പരിശുദ്ധ അമ്മ കൈപിടിച്ച് എണീപ്പിച്ച് ഈ പരിശുദ്ധമായ അൾത്താരയിൽ കൊണ്ടുവന്ന് നിൽക്കുവാൻ ഈ മകളെ സഹായിച്ചു. അവിടെയും ഈ സഹോദരൻ വചനത്താൽ ഈശോയോട് മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. ജായിറൂസിൻ്റെ മകളെ സൗഖ്യപ്പെടുത്തിയ യേശുവേ, ജീവൻ നൽകിയ യേശുവേ, ഈ മകൾക്ക് ജീവൻ നൽകണമേ എന്ന് അദ്ദേഹം വാശി പിടിച്ചു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ വാശി വിജയിച്ചു. അതിനെല്ലാം കാരണം ഈ ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടിയിലൂടെ നിബന്ധനകളിലൂടെ കടന്നു പോകുമ്പോൾ ഞാനൊന്നും ഭയപ്പെടുകയില്ല, ഞാൻ ചോദിച്ചത് എനിക്ക് ലഭിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം തൻ്റെ വൈഫുമായി വളരെ സന്തോഷത്തിൽ, വളരെ പ്രാർത്ഥനാപൂർവമായ ജീവിതത്തിൽ അവർ കടന്നു പോവുകയാണ്. അവർ കുർബാനയായാലും കുമ്പസാരമായാലും വചനവാചന അദ്ദേഹം പറയുകയായിരുന്നു. സാക്ഷ്യം വിവരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് വരുമ്പോൾ ജപമാല, ഞങ്ങൾ രണ്ടുപേരും കൂടി ജപമാല അർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ തിരിച്ചു പോകാറ്. അത്രയ്ക്കും പരിശുദ്ധ അമ്മ അവരുടെ കൂടെയുണ്ട്. അവരുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും, ജീവിത അവസ്ഥകളിലും, അവരുടെ എൻ്റർടൈൻമെൻറ്റിലും അണ്ടർടേക്കിങ്ങിലും ദൈവം അവരോട് കൂടെയുണ്ടെന്ന വലിയ ഒരു സാക്ഷ്യം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഉടമ്പടിയിൽ തുടരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വലിയ സാക്ഷ്യം പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു കൈയടി നൽകി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.